4 കേസോ? 2 കുത്തു കേസ്, 2 വെട്ട് കേസ്, പിന്നെ കള്ളനോട്ടടി കേസ്. അച്ഛനോട്ട് മൊത്തം എന്താ പറഞ്ഞത്? ഞാൻ ഒരു കേസം ഒന്നും കഴിക്കാതെ പോകുന്നത്. ഇത് ഇല്ലല്ലോ, ഇതാണ് നൂലിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പോവുകയും ചെയ്യണം. കേസ് പിടിക്കുന്നത് കേസ് നമ്പർ 326/18 കള്ളനോട്ട് കൈവശം വെച്ച കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു. കേസിലെ മുഖ്യപ്രതിയായ കൈതപ്പുഴ കുന്നത്തൂർ വീട്ടിൽ യശോധരന്റെയും ലീലാമ്മയുടെയും മൂത്ത പുത്രി രമണി ഹാജരുണ്ടോ? 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 ഞാൻ അങ്ങോട്ട് വരണോ? അല്ല, ഞാനങ്ങനെ വഴിയോടാ. എനിക്കങ്ങ് നയ്യ പോകുന്നു. വെയിറ്റ് ചെയ്ത് അവിടെ ഇവിടെ ഇവിടെ കോടതിയിൽ മാത്രമല്ല, ഞാൻ എന്റെ വീട്ടിൽ എല്ലായിടത്തും സത്യം മാത്രമേ പറഞ്ഞു. എന്റെ അച്ഛനും അമ്മേനെ പഠിപ്പിച്ചതെന്ന് അങ്ങനെ. എന്റെ പൊന്നു സാറേ, കോടതിയിലെന്നല്ല വേറെ എവിടെ ചോദിച്ചാലും പെണ്ണുങ്ങൾ വയസ്സ് ചോദിച്ചാൽ സത്യം പറയുമോ സാറേ? എന്റെ പെണ്ണുങ്ങളേക്കും 53 വർഷം. ആരെങ്കിലും ചോദിച്ചാൽ 35 വയസ്സാ പറയുള്ളൂ. ഞാൻ ജീവിച്ചെന്റെ ഇടപാട് നീ സാറേ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ നല്ല ചീത്ത വിളിച്ച് പറഞ്ഞാലേ സാറിന്റെ വീട്ടിൽ ഇരുന്ന് ഊട്ടാക്കട്ടി വരെ കൂട്ടി പോകും കേട്ടോ. എന്റെ കക്ഷി കള്ളനോട്ട് കേസിൽ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രതിഭാഗം വക്കീല് ശ്രമിക്കുന്നുണ്ട് സാറേ, ഞാൻ എന്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് 2-3 വർഷമായി. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ചില്ലറ കൊണ്ടുവന്ന് ചെലവിന് തരുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ഇച്ചിരി പൈസ കൊണ്ടുവന്ന് ചെലവിനായിട്ട് കൊണ്ടുതന്നത്. അതിപ്പോ ഞാൻ മേടിച്ച് കള്ളനാണെന്നോ നേരെയുള്ളതാണെന്നൊന്നും എനിക്കറിയാം. വല്ലപ്പോഴും കിട്ടുന്ന പൈസയല്ല ഞാൻ അത് മേടിക്കുന്നത്. ഇച്ചിരി പലക്കറി പച്ചക്കറി മേടിച്ച് എന്റെ പ്രതിയെ മനഃപൂർവ്വം കുത്തി ലോപിച്ച് കരയിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിവാദം വക്കീൽ. ഈയിടെയായിട്ട് എനിക്ക് 2-3 കല്യാണാലോചനകൾ വന്നായിരുന്നു സാറേ. ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി അങ്ങനെ ഇത് ചെയ്തതാണെന്നുള്ളത് ഉറപ്പാ സാറേ. സർ, ആ പ്രതിയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അനുമതി തരണം. തണ്ണീർമുക്കം തൈക്കാട്ട് വീട്ടിൽ എങ്കാലന്റെയും സുശീലയുടെയും മൂത്ത മകൻ വിജയൻ ഹാജരുണ്ടോ? 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 നമസ്കാരമുണ്ട്. ആ സപ്ലയർക്ക് നമസ്കാരമുണ്ട്. അവിടുത്തെ കഥയിലെ കോടതി മുമ്പായി സത്യം മാത്രം ഞാൻ ബോധിപ്പിക്കും. അയ്യോ, ഞാൻ പറയേണ്ടതല്ലേ? അല്ലല്ലേ, നമ്മളിപ്പോ സിനിമയിലാണെങ്കിലും അല്ല എല്ലാത്തിലും കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ഇനിയിപ്പോ ഇത് പറയാൻ വേണ്ടി പുള്ളി എഴുതിയിട്ട് ഇവിടെ വരണം, പുള്ളി നടക്കണം. എന്ത് ഒന്നാമത്തെ കാര്യം ആർക്കും പറയാൻ സമയമില്ല. എന്റെ പേര് വിജയ്. എവിടെ വീട്? കൊല്ലം. ഏത് ഭാഗം? എല്ലാ ഭാഗവും കൊല്ലത്ത്. അതല്ല ചോദിച്ചത്, തന്റെ വീട് ഏത് ഭാഗത്താ സ്ഥിതി ചെയ്യുന്നതെന്ന്. കൊല്ലത്താ? വീട്ടിലേക്ക് വരുന്നുണ്ട്. ആരൊക്കെ വരുന്നുണ്ട്? വെറുതെ പറയാൻ നേരെ ഊണ് കുടിച്ചു പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കോടതിയിൽ 10 പേര് വരും. ഞാനാ ദിവസം ഇതെല്ലാം അവിടെ ആരും മോദന്മാരുടെ ചടങ്ങൊന്നുമില്ല. നിങ്ങൾ 10 പേര് വടക്ക് 1-2 പേര് വന്നാൽ നമുക്ക് ഓക്കെ. ഇപ്പൊ എന്തിനാണ് എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് എന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഈ കേസിൽ ഇവരെ പ്രതിയാക്കിയതല്ലേ? അല്ലെങ്കിൽ ഇവരെ വേറെ കല്യാണം കഴിക്കുമെന്ന് പേടിച്ച് മനഃപൂർവ്വം ഈ കേസിൽ നിങ്ങൾ അവരെ പ്രതിയാക്കിയതല്ലേ? ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ?
ഞാൻ ഈ കാശുവലുകാക്കി ഒരു വക്കീലിൽ വെച്ചിട്ടുണ്ട്. അത് മൊബൈലിൽ തോണ്ടുക. ഞാൻ വെള്ളം കുടിക്കും എന്നെ രക്ഷപ്പെടുത്താനുള്ളത്. ഏത് ഹലോ ഹലോ അല്ല എന്നിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇതൊന്നും തുറ പിടിക്കാനല്ലേ ഞാൻ നിങ്ങളടുത്ത് വന്നത്. ഈ കൊച്ചാണ്ട് ആവശ്യമില്ലാതെ ചോദിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നെ പറയണതാ. അത് ഞാൻ പറയാം. എന്നെ പിന്നെ കോട്ടയിൽ വിളിച്ചാ ഞാൻ അവിടെ നിൽക്കാം. നിങ്ങളിലേക്ക് ഒരു വക്കീലായിട്ട് നോക്കുക. എന്തോ പറയണത് കാശിന്റെ മേടിച്ച പോലൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഈ കൊച്ചിലേക്ക് വെള്ളം കുടിപ്പിക്കുന്നത് ഈ വക്കീൽ പറഞ്ഞ വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് എന്റെ കക്ഷിക്ക് ദയയില്ല, കാരുണ്യമില്ലെന്നാണ്. ദയയും കാരുണ്യവും മറ്റ് മഹാമനസ്കതയും ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം മാസാമാസം പൈസ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ജോലി സർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഈ കള്ളനോട്ട് എത്തിപ്പെട്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് ഒരു കെട്ട് നോട്ട് കളഞ്ഞ് കിട്ടി. അപ്പൊ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ഇരുന്ന സ്റ്റേഷനിൽ കെട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് നോട്ട്. അത് കള്ളാണോ ചീത്തയാണോ നല്ലതാണോ ഒന്നും ഞാൻ നോക്കി. ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചേച്ചിയുടെ പോക്കറ്റ് എത്രയുണ്ട്? 2000 രൂപ. 2000 രൂപ. ആ 2000 രൂപ കള്ള നോട്ടാണോ നല്ല നോട്ടാണോ? നല്ല നോട്ടാണോ? നല്ല നോട്ടാണ്. ഞാനിങ്ങനെ കള്ള നോട്ടാണോ എന്ന് ചോദിച്ചപ്പോ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? ചെറുതായിട്ടുണ്ടായി. ഇതുവരെ എപ്പോഴെങ്കിലും അത് നല്ല നോട്ടാണോ കള്ള നോട്ടാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. ചിലവന്നു നാളെ ജഡ്ജിയെ പിടിക്കപ്പെടുമ്പോ തൂക്കിലിടും. ഇതേപോലെ ഞാനുമില്ല. ഞാനും ഇതേപോലെ നിരപരാധിയാണെന്ന് പറഞ്ഞു. ആരുണ്ടായിരുന്നു? ഏത് നിയമം ഉണ്ടായിരുന്നു? എന്നിൽ വന്നു പോയതല്ലേ? സർ, എന്തായാലും ഇതിന് തെളിവുകളായിട്ട് തെളിവ് സാക്ഷികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കേസിലെ സാക്ഷി രഘുനാഥൻ ഹാജരുണ്ടോ? 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 എല്ലാവരും അറിയാമല്ലോ. എല്ലാവരും സാധനം മേടിക്കുന്നത് എനിക്കറിയാൻ പറ്റും. ചൊവ്വാഴ്ച വിവരമില്ല കേട്ടോ. 1-ാം തീയതി അല്ല, അന്ന് കണക്കിൽ വന്ന് വിവരമില്ല. ഓ, നേരത്തെ മേടിച്ചു വെച്ചോളാം. നമ്മുടെ കേസിൽ തീരുമാനമാക്കുന്നത് നിങ്ങൾ പറയുന്നു എന്റെ കക്ഷിയാണ് 2000 രൂപ നിങ്ങൾക്ക് കള്ളനോട്ടായി തന്നതെന്ന്. എന്റെ മുരളി സാറ് ഇതൊക്കെ എത്ര പ്രാവശ്യം എക്സ്ക്യൂസ് മീ, ഞാൻ ചോദിക്കുകയാണ്. എങ്ങനെയാണ് എന്റെ കക്ഷി നിങ്ങളുടെ കയ്യിൽ 2000 രൂപ കൊടുത്തത്? അത് കള്ളനോട്ടാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു കുപ്പി മേടിച്ചു, 2000 രൂപയും തന്നു. ആ 2000 നോട്ട് കള്ളനോട്ടായിരുന്നു. കാരണം വിവരത്തിന് ഒരുപാട് മാന്യന്മാർ വന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കക്ഷിയുടെ കൈയാണ് അതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? രാവിലെ കൃത്യം 10:15 ആ കിളിവാലയുടെ വിളവെന്ന് പറഞ്ഞ് കൈ വരുന്നത് അത് ഇദ്ദേഹത്തിന്റെ കൈ മാത്രമാണ്. അദ്ദേഹം തന്നത് കള്ളനോട്ടാണ്. ആ 10:15 മേടിച്ച് മദ്യം മേടിച്ച ആളാണ് എനിക്ക് കള്ളനോട്ട് തന്നിരിക്കുന്നത്. അത് ഇദ്ദേഹമാണ്. ഉറപ്പാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മാക്സിമം ഇദ്ദേഹത്തെ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതെ, ഞാൻ ചെയ്തോളാം. ഈ സാക്ഷി പറയാനുള്ള സാക്ഷി പറഞ്ഞു പോയാൽ പോട്ടെ. ഈ കോടതിയോട് വിജയൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. എന്താണ് അഭിപ്രായം? ഒരു പണി കിട്ടി. ഏത് പണി? കിഴങ്ങുപോലൊരു വക്കീലിനെ പിടിച്ച് ഏൽപ്പിച്ച് മൊബൈൽ കളിയാ. നല്ലൊരു വക്കീലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ഇതൊക്കെ രക്ഷപ്പെട്ട് പോയേന്ന് വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തെങ്കിലും എന്നെ എന്തെങ്കിലും വെറുതെ വിടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്നാൽ ബഹുമാനപ്പെട്ട കോടതി വിധി പറയാം. ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ 3 മാസത്തെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. തന്റേതായ കാരണത്താൽ പൈസ കിട്ടി. അത് മാത്രമല്ല, അങ്ങനെ ഒരു നിഷ്കളങ്കനും ശുദ്ധനുമായതിന്റെ പേരിൽ ഈ 3 മാസത്തെ ശിക്ഷ ഒഴിവാക്കി ഈ നാളെ കോടതി പിരിയുന്നതിന് മുമ്പ് 2 ലക്ഷം രൂപ അടച്ച് ഇവ ഇവിടുന്ന് ഒഴിവാക്കാം. അതൊന്നും ശരിയാവത്തില്ല. എന്തുവാ ഈ വാദിച്ചത്? ഇങ്ങനെയാണ് എന്ത് വാദം അത്? എനിക്ക് നീതി വേണ്ടേ?
അതൊക്കെ തൂക്കിക്കൊള്ളുന്ന കേസാണ് സാർ. എന്റെ ആളായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നീ എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ നാളെ കൊണ്ട് കൊടുക്കാൻ നോക്ക്. നിങ്ങൾ